ടർക്കിഷ് ചിക്കൻ്റെയോ ഇഫ ചിക്കൻ്റെ ഒക്കെ കൂടെ കോംബോ ആയിട്ടുള്ള ബട്ടർ നാൻ്റെ റെസിപ്പി നോക്കാം. നല്ല പെർഫെക്റ്റ് ബട്ടർ നാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് സിമ്പിളായിട്ട് നോക്കാം. ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1 ടീസ്പൂൺ ഓയിൽ കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ച് ഒന്നുകൂടെ മിക്സാക്കിയിട്ട് ആവശ്യത്തിന് ഉള്ള വെള്ളം കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് മാവ് നന്നായിട്ട് സോഫ്റ്റ് ആവുന്ന വരെ കുഴച്ചെടുക്കുക. കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക കേട്ടോ, സോഫ്റ്റ് ആവുന്നത് വരെ. ഞാനിവിടെ 3/4 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡാക്കി കൊടുത്തിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഒരു മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ മാവ് തുറന്ന് നോക്കുകയാണ്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഓരോ ബോൾസാക്കി മാറ്റാം. ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന ബോൾസിനേക്കാളും കുറച്ചുകൂടെ ഒരു വലിയ ബോളാക്കിയിട്ട് എടുക്കുക. എനിക്കിവിടെ 8 ബോൾസാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഓവൽ ഷേപ്പിലൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് എള്ളും കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. അത് അതിലൊന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് ചുട്ടെടുത്താൽ മതി. ശരിക്കും ഇത് ചെയ്യാറ് തീയിൽ വെച്ച് പൊള്ളിച്ചെടുക്കുകയാണല്ലോ. അപ്പോൾ അതിന് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പാനിൽ ചുട്ടെടുക്കുന്ന ടൈമിൽ മുകളിൽ കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തതും കൂടെ ഒന്ന് ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുത്തിട്ട് വേണം ചുട്ടെടുക്കാൻ. അപ്പോൾ നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ നാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി കോംബോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, ബൈ.